നിങ്ങളുടെ വീട്ടിലോ അല്ലെ പരിസര പ്രദേശത്തോ ആരെങ്കിലും സ്ട്രോക്ക് വന്ന് കിടപ്പിലായിട്ടുണ്ടോ? അതുപോലെ തന്നെ സ്പൈനൽ കോഡ് ഇഞ്ചുറി വന്ന് കിടപ്പിലായ ആൾക്കാരുണ്ടോ? അത് മാത്രമല്ല, ആക്സിഡന്റ്, ഹെഡ് ഇഞ്ചുറി, അങ്ങനെ പല കാര്യങ്ങൾ കാരണം പല ആളുകളും ഒരു 4 ചുവരിനുള്ളിൽ ഒതുങ്ങി പോയിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഇന്ന് കേരളത്തിൽ ലഭിക്കാവുന്ന, ലോകത്തിൽ ലഭിക്കാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ചികിത്സ നമ്മുടെ കേരളത്തിൽ ലഭ്യമാണ്. ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് പെരിന്തൽമണ്ണയിലുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കിംസ് അൽഷിഫ ഹോസ്പിറ്റലിന്റെ മുമ്പിലാണ്. അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അവിടുത്തെ ഫിസിക്കൽ മെഡിസിൻ റീഹാബിലിറ്റേഷൻ സെന്ററിലെ ഡോക്ടറുമായിട്ടാണ്. അതെ, ഈ വീഡിയോ ഉണ്ടല്ലോ ഓരോരുത്തർക്കും ഉപകാരപ്പെടുന്നതായിരിക്കും. മാക്സിമം ഷെയർ ചെയ്ത് വെച്ചോട്ടോ. ഡിപ്പാർട്ട്മെന്റൽ ഹെഡായ ഡോക്ടർ ഷാഹിനാണ് നമ്മുടെ കൂടെയുള്ളത്. സാർ, ആദ്യം തന്നെ ഫിസിക്കൽ മെഡിസിൻ റീഹാബിലിറ്റേഷൻ സെന്റർ എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ജനങ്ങളിലോട്ടൊന്ന് പറയാമോ? ഫിസിക്കൽ മെഡിസിൻ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു പുതിയ സ്പെഷ്യാലിറ്റിയാണ്. ഇപ്പോൾ മുൻപൊക്കെ നമ്മളിപ്പോൾ ഒരു സ്പൈനൽ കോഡ് ഇഞ്ചുറിയോ ഒരു ബ്രെയിൻ ഇഞ്ചുറിയോ സ്ട്രോക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെ ഒരു അക്യൂട്ട് മെഡിക്കൽ ഇഷ്യൂസ് സെറ്റിൽ ചെയ്തതിന് ശേഷം അവരുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കും. പക്ഷേ അപ്പോഴും നമ്മൾ ട്രീറ്റ്മെന്റ് ആസിച്ച് അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ അങ്ങനെയല്ല, നമ്മൾ അവരുടെ ചലനാത്മകത വീണ്ടെടുക്കാൻ മാക്സിമം സഹായിച്ച്, അതുപോലെ തന്നെ അവർക്കുള്ള എന്തൊക്കെ ഇഷ്യൂസ് ആണ് അവർക്കുള്ളത് അതെല്ലാം ഫുൾ അഡ്രസ് ചെയ്ത് അവരുടെ കമ്മ്യൂണിറ്റിയിലേക്ക് റീഇൻറ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ ഡിപ്പാർട്ട്മെന്റ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരിക്കലും ഒരു സിംഗിൾ മാൻ ജോബ് അല്ല. അത് എൻ്റെ കൂടെ ഒരു ടീം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഫിസിയോതെറാപ്പി ടീമുണ്ട്, നമുക്ക് ഒക്കുപേഷണൽ തെറാപ്പി ടീമുണ്ട്, പിന്നെ ഇപ്പോൾ സ്ട്രോക്ക് ഒക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും, പിന്നെ സ്വാലോയിങ് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അതിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പീച്ച് ആൻഡ് സ്വാലോ തെറാപ്പിസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇവർക്ക് ഒരു വലിയൊരു ഇഞ്ചുറി കഴിഞ്ഞ് വരുന്ന ആൾക്കാർ, അപ്പോൾ അവർക്ക് സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ അത് അഡ്രസ് ചെയ്യണം നമ്മൾ. പിന്നെ ഫൈനലി അവർക്കിപ്പോൾ എല്ലാവർക്കും ഒരു കംപ്ലീറ്റ് റിക്കവറി പറ്റിക്കണമെന്നില്ല. കുറച്ച് ഡെഫിസിറ്റ്, കുറച്ച് ഡിസബിലിറ്റീസ് ഉണ്ടാവാം. അപ്പോൾ ആ ഉള്ള ബുദ്ധിമുട്ടുകളെ നമുക്ക് മാക്സിമം കുറച്ചുകൊണ്ട് വരിക. തിരിച്ച് ഇപ്പോൾ ആളൊരു ജോലി ചെയ്തിരുന്ന ആളാണെങ്കിൽ തിരിച്ച് അതേ ജോലിയിലേക്ക് ആക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലത്. അല്ലെങ്കിൽ അവർക്ക് ഒരു വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ, പുതിയൊരു ജോബ് കണ്ടെത്താനും തിരിച്ചൊരു ബ്രെഡ് വിന്നർ ആവുക, കമ്മ്യൂണിറ്റിയിലേക്ക് തിരിച്ചിറങ്ങുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ ടീമിനെ സെറ്റ് ചെയ്തത്. ചിലപ്പോൾ പറഞ്ഞു, ഇപ്പൊ നമ്മൾ ചലനങ്ങൾ വീണ്ടെടുക്കാനായിട്ട് സഹായിക്കുന്നത്. അപ്പൊ എനിക്ക് ഉറപ്പായിട്ടും തോന്നുന്നത് ഇതൊരു ചെറിയ പ്രോസസ് അല്ല, കുറച്ച് ഏറെ നാള് പേഷ്യൻസ് ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടതായിട്ടുണ്ടാവും. അതെ, ന്യൂറോ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത്, അതായത് നെർവ് ഇഞ്ചുറീസ്, ബ്രെയിൻ ഇഞ്ചുറീസ്, സ്പൈൻ ഇഞ്ചുറീസ് വരുന്നത് അതെപ്പോഴും ഒരു ലെങ്തി പ്രോസസ്സാണ്. യൂഷ്വലി നമ്മുടെ ഒരു സ്റ്റേ എന്ന് പറയുന്നത് 3 months ഒക്കെയാണ്, 3 to 6 months. പിന്നെ അതിന്റെ ഒരു ഇമ്പോർട്ടൻസും അത് തന്നെയാണ്. ഇനീഷ്യൽ ആ ഒരു സമയത്താണ് മാക്സിമം നമുക്ക് റിക്കവറിക്ക് പോസിബിൾ ആയിട്ട്, നമ്മൾ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്നൊക്കെ പറയും. അപ്പൊ അതിനുള്ള ഒരു പോസിബിലിറ്റി ആ ഒരു സമയത്താണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ മാക്സിമം അവർക്ക് വേറെ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ പേഷ്യന്റിനെ നോക്കുക, നന്നായിട്ട് തെറാപ്പീസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതാണ് നമ്മൾ ഇതിലൂടെ ചെയ്യുന്നത്. അപ്പം ശരിക്കും നമ്മൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞ ഒരു സ്ട്രോക്ക് അല്ല ആക്സിഡന്റ് വന്നു കഴിഞ്ഞാൽ ആളെ ഹോസ്പിറ്റലിൽ എത്തി, ഇപ്പൊ അവർക്ക് ഒരു ചെസ്റ്റ് ഇൻഫെക്ഷൻ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അവരുടെ ആ ഫിസിയോതെറാപ്പി അല്ലെ അവരുടെ റീഹാബിലിറ്റേഷൻ അവിടെ സ്റ്റോപ്പ് ആകുവാണ്. അതിവിടെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, കാരണം ഹോസ്പിറ്റലിൽ ഒരു സെറ്റിംഗ് ആയതുകൊണ്ട്. അങ്ങനെയാണ് നമുക്ക് സെക്കൻഡറി കോംപ്ലിക്കേഷൻ എന്ന് പറയും. ഒരു സ്ട്രോക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ ആ ഒരു സമയത്താണ് നമുക്ക് ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം വരുന്നത്. ഒരു റീസ്ട്രോക്ക് വരുന്നത്, അല്ലെങ്കിൽ ഒരു ചെസ്റ്റ് ഇൻഫെക്ഷൻ വരുന്നത്, ഒരു യൂറിനറി ഇൻഫെക്ഷൻ വരുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മളിപ്പോൾ ഒരു വീട്ടിൽ പോകുക അല്ലെങ്കിൽ തെറാപ്പി സെന്ററിൽ പോയിട്ട് വീണ്ടും ഹോസ്പിറ്റലൈസ് ചെയ്യും, ഒരു അനദർ 15 days 20 days. അപ്പോൾ വീണ്ടും ഇത് നമുക്കൊരു കോംപ്രഹെൻസീവ് ആയിട്ട് നമ്മൾ അഡ്രസ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഇൻപേഷ്യൻ അല്ലെങ്കിൽ ഒരു അക്യൂട്ട് സ്ട്രോക്കിൽ അല്ലെങ്കിൽ ഒരു അക്യൂട്ട് ബ്രെയിൻ ഇഞ്ചുറിയിൽ ഹോസ്പിറ്റലിൽ തന്നെ പേഷ്യന്റ് റീഹാബ് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് എല്ലാ സ്പെഷ്യാലിറ്റീസും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അവരുടെ മെഡിക്കൽ ഇഷ്യൂസ് എല്ലാം നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും പുതിയ കോംപ്ലിക്കേഷൻസ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അത് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും, അത് അഡ്രസ് ചെയ്യാൻ പറ്റും. അത് അവരുടെ റീഹാബിലിറ്റേഷൻ അഫക്ട് ചെയ്യാതെ അവർക്ക് മുന്നോട്ട് പോകും. അപ്പൊ ആ ഒരു പ്രോസസ്സ് സ്മൂത്ത് ആയിട്ട് ആ 6 months അല്ലെ 3 months കൊണ്ട് കംപ്ലീറ്റ് ആവുകയാണ്. അതുപോലെ കുട്ടികൾക്കുള്ള എന്താണ് നമുക്ക് റീഹാബിലിറ്റേഷൻ ഇവിടെ വരുന്നത്? കുട്ടികളിൽ ബേസിക്കലി ന്യൂറോ ഇഷ്യൂസ് എന്ന് പറയുന്നത് ഒന്ന് സെറിബ്രൽ പാൾസിയാണ്. സെറിബ്രൽ പാൾസിയിലും ഇതുപോലെ തന്നെ ബേസിക്കലി അവർക്ക് ചലനാത്മകത ആയിരിക്കും, അവരുടെ മൊബിലിറ്റീസ് ആയിരിക്കും ഇഷ്യൂസ്. അപ്പോൾ അതിൽ നമുക്ക് ഇപ്പോൾ തുടക്കത്തിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മളത് ഒരു കുറച്ച് ദിവസം ഇൻപേഷ്യൻ്റ് ആയിട്ട് ഈ തെറാപ്പീസൊക്കെ ഒന്ന് അവർക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കതൊരു ഔട്ട് പേഷ്യൻ്റ് പോലെ ചെയ്തു കൊടുക്കാൻ പറ്റും. അതിൽ പിന്നെ നമുക്ക് കുറച്ച് ഇന്റർവെൻഷൻസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഇതുപോലെ ബോട്ടോക്സ് ഇഞ്ചക്ഷൻ എന്നൊക്കെ കൊല്ലം നമ്മളെ ഈ മസിൽ ടൈറ്റ്നസ് ഒക്കെ കുറയ്ക്കാനുള്ള, പിന്നെ അതിൻ്റെ തന്നെ ഇപ്പോൾ നമുക്ക് ഇവിടെ ഓർത്തോപെഡിക്സിലാണെങ്കിൽ അവർ റിലീസൊക്കെ ചെയ്തു തരും. അപ്പോൾ അതും പലപ്പോഴും നമ്മളിത് റിലീസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഇന്റർവെൻഷൻ ചെയ്ത് വിടുക എന്നുള്ളതല്ല, അതിൻ്റെ ഒരു ഫർദർ ഒരു തെറാപ്പി സെഷൻസ് അറ്റൻഡ് ചെയ്യണം. അപ്പൊ അതിനെ നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും നമുക്ക്. അല്ലാതെ അവരുടെ പഴയ പോലെ ആക്കുക എന്നുള്ളതല്ല, അവരുടെ ബുദ്ധിമുട്ടുകൾ മാക്സിമം കുറച്ചു കൊടുക്കുക. പിന്നെ നമ്മുടെ ബേസിക്കലി ഒരു അസസ്മെന്റ് അങ്ങനെയാണ്, എന്തൊക്കെയാണ് അവരുടെ ഇഷ്യൂസ്. ഇപ്പോൾ അവർക്ക് ചിലർക്ക് അത് എഴുതാനായിരിക്കും ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ചിലർക്ക് നടക്കാനായിരിക്കും, ചിലർക്ക് ഭക്ഷണം കഴിക്കാനായിരിക്കും. എന്താണ് നമ്മുടെ ബുദ്ധിമുട്ട് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്, അതിനെ അഡ്രസ്സ് ചെയ്യുക. അല്ലാതെ നമുക്ക് എല്ലാം
പഴയ പോലെ പെർഫെക്റ്റ് ആക്കുക എന്നുള്ളതല്ല. റീഹാബിലിറ്റേഷൻ എപ്പോഴും പുനരധിവാസമാണ്. അതെ, പതിയെ പതിയെ ചെയ്യാന്നുള്ളത്. അതുപോലെ സാർ ഞാൻ കേട്ടിട്ടുണ്ട് 4 പേരിൽ ഒരാൾക്ക് സ്ട്രോക്ക് വരാറുണ്ട് അല്ലെ? അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾക്ക് എനിക്ക് തോന്നിയൊരു അവയർനെസ് ഇല്ല ഇങ്ങനെ ഒരു സംഭവത്തെ കുറിച്ച് അല്ലെ? തുടക്ക സമയത്ത് നമുക്ക് സ്ട്രോക്കിനെ എങ്ങനെ ഇനീഷ്യലി അഡ്രസ് ചെയ്യാന്നുള്ളത്. അപ്പൊ അത് നമുക്കതിന് ഇപ്പൊ കുറെ പേർക്കൊക്കെ അറിയാം, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തണം, ടൈമാണ് അതിൽ നിന്നൊക്കെ ഉള്ളത്. അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഫേസിൽ ആണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഇൻവോൾവ്മെന്റ് വരുന്നത്. അതെല്ലാവരും ചെയ്തോണ്ടിരുന്നത് വീട്ടിൽ കൊണ്ടുപോയി ചുമ്മാ കിടത്തുന്ന ഒരു സീനായിരുന്നു. അത് ഇനി ശരിയായിക്കോളും, പിന്നെ ചിലര് ശരിയായിക്കോളും എന്നുള്ളത്. പിന്നെ അല്ലെങ്കിൽ കുറെ ആൾക്കാർ ഇതിന് ശരിയാവൂല, ഇങ്ങനെയാണ് ലൈഫ്. പക്ഷെ അങ്ങനെയല്ല, അവർക്കൊരു മാക്സിമം പൊട്ടൻഷ്യൽ ഉണ്ടാവും. നമ്മളിപ്പോ വലിയ സ്ട്രോക്ക് ആണെങ്കിൽ തന്നെ അവർക്കൊരു പൊട്ടൻഷ്യൽ ഉണ്ടാവും. ആ പൊട്ടൻഷ്യൽ മാക്സിമം അറ്റൈൻ ചെയ്യാൻ സഹായിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനിപ്പോ എന്നെ സംബന്ധിച്ച് സ്പൈനലിന് ഒരു പ്രശ്നം ഉണ്ടായി, ഞാൻ കിടപ്പിലാണെങ്കിൽ എനിക്ക് ഓട്ടോമാറ്റിക്കലി എണീറ്റ് നടക്കണം എന്നുള്ള ഒരു ടെൻഡൻസി ഉള്ള ഒരു വ്യക്തിയായിരിക്കും. അവരിവിടെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റിക്കവർ ആകും എന്നുള്ളതാണല്ലേ? അതെ, ഈ സ്പൈനിലൊക്കെ നമ്മൾ പ്രത്യേകിച്ചും 2 വിധത്തിലുണ്ട്. നമ്മുടെ സ്പൈൻ ഇഞ്ചുറിയുടെ ഒരു ഗ്രാവിറ്റി അനുസരിച്ചാണ്. വലിയ ഇഞ്ചുറീസ് ആണെങ്കിൽ നമ്മൾ എന്ത് തെറാപ്പി ചെയ്താലും അവർ ഇമ്പ്രൂവ് ചെയ്യൂല. അവിടെയും പക്ഷെ നമുക്ക് അവർക്ക് ഒരു അനദർ ഓപ്ഷൻ വേണം. ഇപ്പോൾ ഫുള്ളായിട്ട് കാലുകൾ അനങ്ങാത്ത ആളാണ്, പക്ഷെ ആൾക്ക് തിരിച്ച് ഒരു ജോലി ചെയ്യാൻ പറ്റണം, തിരിച്ച് കമ്മ്യൂണിറ്റിയിലേക്ക് വരാൻ പറ്റണം. അപ്പോൾ അതിനുള്ള പ്ലാൻസ് ആണ് ഇടുന്നത്. നമ്മളിപ്പോൾ മുൻപൊക്കെ ഇവിടെ പേഷ്യൻസ് ഉണ്ടായിരുന്നു, നമ്മൾ കംപ്ലീറ്റ് പാരപ്ലീജിയ എന്ന് പറയും. അതായത് കാലുകൾ അനങ്ങൂല. അതിപ്പോൾ നമ്മൾ എത്ര തെറാപ്പി ചെയ്താലും എന്തെല്ലാം ചെയ്താലും അനങ്ങൂല. പക്ഷെ അവരെ നമ്മൾ തിരിച്ചെത്തിക്കുന്നത് അവരുടെ കൈകളെ സ്ട്രെങ്തൻ ചെയ്യും, അവരുടെ സിറ്റിംഗ് ബാലൻസ് നന്നാക്കും, ഒരു സ്ഥലത്ത് നിന്ന് എങ്ങനെ മറ്റൊരു സ്ഥലത്തേക്ക് മാറിയിരിക്കാൻ നമ്മൾ അവരെ പഠിപ്പിക്കും, വീൽ ചെയർ എങ്ങനെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാന്ന് പഠിപ്പിക്കും. അതുപോലെ ഇപ്പോൾ അവർക്ക് യൂറിനറി ഇഷ്യൂസ്, ബൗൽ ഇഷ്യൂസ്, അതായത് മൂത്രം പോകാനും മലം പോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനെങ്ങനെ ട്രെയിൻ ചെയ്യാം, അതെങ്ങനെ ചെയ്യാന്നുള്ളതൊക്കെ പഠിപ്പിക്കും. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ ആള് വീൽ ചെയറിലായിരിക്കും, പക്ഷെ ആളുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാനും പറ്റും, ആള് ജോലിയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഇവിടെ ആൾക്കാരുണ്ട്. അപ്പൊ സാറേ, എനിക്കൊരു ഡൗട്ട് ചോദിക്കാനുള്ളത്, ഈ സ്പൈനൽ ഇഞ്ചുറി ഒക്കെ ആയിട്ട് ഇവിടെ ഒരാള് സർജറി ഒക്കെ കഴിഞ്ഞ് ജസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവരെ പെട്ടെന്ന് എങ്ങനെയാണ് റിക്കവറി ആക്കുന്നത്? അതെന്ന് വെച്ചാൽ അവർ കിടപ്പിലായിരിക്കുമല്ലോ, അത് അങ്ങനെ വന്നിട്ടുള്ള ഒരുപാട് പേഷ്യൻസ് ഉണ്ടോ? അപ്പൊ എങ്ങനെ? നമുക്കിപ്പോ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഫുള്ളി ഫംഗ്ഷണൽ ആയിട്ട് ഒരു 1.5 years ആയി. നമുക്ക് ഒരുപാട് പേഷ്യൻസ് ഉണ്ട്, ഒത്തിരി പേഷ്യൻസ് ഉണ്ട്, അങ്ങനെ റിക്കവർ ആയിട്ട് പോയ ആൾക്കാരുണ്ട്. നമുക്കിപ്പോ ഏറ്റവും റീസെന്റ് പറയുകയാണെങ്കിൽ നമുക്കൊരു എന്ന് പറഞ്ഞിട്ടൊരു പേഷ്യന്റ് ഉണ്ടായിരുന്നു അവിടെ. പുള്ളി ഇതുപോലെ സ്പൈനൽ കോഡ് ഇഞ്ചുറി ആയിട്ട് വന്ന് നമ്മുടെ സ്പൈൻ സർജൻ ഫിക്സ് ചെയ്ത് ഡേ 3 മൂന്നാമത്തെ ദിവസം ആകുമ്പോഴേക്കും നമ്മുടെ തെറാപ്പിയിലേക്ക്, സർജറി കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം നമ്മൾ റീഹാബിലിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ കൂടെ ഒരു 2.5-3 മാസത്തോളം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അവര് ഡെയിലി നമുക്ക് ഓരോ സെഷൻ ബൈ സെഷൻ ഉണ്ട്. അത് പുള്ളി ഇമ്പ്രൂവ്മെന്റ് കാണിച്ചിരുന്നു, എക്സസൈസസ് ഒക്കെ പ്രോപ്പറായിട്ട് ചെയ്യും. പുള്ളി ഭയങ്കര മോട്ടിവേറ്റഡ് ആയിരുന്നു. പിന്നെ പുള്ളിയുടെ ഇഞ്ചുറി അങ്ങനത്തെ ഇഞ്ചുറിയാണ്, നല്ല റിക്കവറി പോസിബിൾ ആയിട്ടുള്ള ഇഞ്ചുറി ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ ദിവസം എക്സസൈസുകൾ ചെയ്ത് നമ്മുടെ സൈഡിൽ നിന്ന് പോകുമ്പോൾ പുള്ളി നടന്നിട്ടാണ് പോയത്. അതായത് കിടപ്പിലായിരുന്ന ഒരു വ്യക്തിയാണ്, തളർന്ന് കിടന്ന. അതെ, അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട് നമുക്ക്. അത് ശരി, അങ്ങനെ തളർന്ന് കിടന്ന ഒരു വ്യക്തിയാണ് നടന്നു പോയത് അല്ലേ? ന്യൂറോണൽ ഇഞ്ചുറി, അതായത് ക്ഷതം പറ്റുന്ന ആളുകൾക്ക്, റിക്കവറി പോസിബിൾ ആയിട്ടുള്ള ആളുകൾക്ക് പൂർണ്ണമായിട്ട് അത് തീരുന്നവരെ നമ്മുടെ കൂടെ നിന്ന്. അത് എത്ര നാളുകൊണ്ടാണ് സാറേ അത് സംഭവിച്ചത്? സ്പൈനൽ കോഡ് ഇഞ്ചുറി നമ്മൾ സാധാരണ 3 മുതൽ 4 മാസം വരെയാണ് നമ്മളൊരു സ്റ്റേ പറയുന്നത്. 4 മാസം വരെ ഇവിടെ സ്റ്റേ ചെയ്ത് 3 മുതൽ 4 മാസം വരെ സ്റ്റേ വേണം. ഏകദേശം ഒരു ആക്ടിവിറ്റി ആക്കി നമ്മൾ ഇവിടുന്ന് തിരിച്ചുവിടാൻ അല്ലേ? അതുപോലെ സാറേ, എനിക്ക് ചോദിക്കാനുള്ളത് നോക്കിയാൽ ഇവിടെ എന്തൊക്കെ ഫെസിലിറ്റിയാണ് വേറെ കൊടുക്കുന്നത്? ഫിസിക്കൽ മെഡിസിൻ റീഹാബിലിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്ന് റീഹാബിലിറ്റേഷൻ പാർട്ടാണ്, അതാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത്, ഈ ഇഞ്ചുറീസിന്റെ. പിന്നെ ഇതിന്റെ ഒരു ഫിസിക്കൽ മെഡിസിൻ പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ കുറെ കൂടി ഡീൽ ചെയ്യുന്നത് വേദനകളാണ്, പെയിനുകളാണ്. നമ്മൾ ഷോൾഡർ പെയിൻ, നെക്ക് പെയിൻ, കഴുത്തുവേദന, തോൾവേദന, മുട്ടുവേദന. അപ്പൊ അതില് ഡിപ്പാർട്ട്മെന്റിൽ ഉള്ള വ്യത്യാസം എന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെ എല്ലാ ടീമും ഉള്ളതുകൊണ്ട് നമ്മൾ കുറെ കൂടി ഒരു കോംപ്രഹെൻസീവ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. അതായത് ഫിസിയോതെറാപ്പി ഇൻവോൾവ് ആയിരിക്കും, ഒക്യുപേഷൻ തെറാപ്പി ഇൻവോൾവ് ആയിരിക്കും. പിന്നെ കുറെ നമുക്ക് റീജനറേറ്റീവ് തെറാപ്പീസ് എന്നൊക്കെ പറയും, അതായത് PRP ഇഞ്ചക്ഷന്, പ്രോലോ തെറാപ്പി ഇഞ്ചക്ഷൻ, ഇതുപോലുള്ള ഇഞ്ചക്ഷനുകളൊക്കെ കൊടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് നമുക്ക് മുട്ടുവേദനക്ക്, ടെന്നീസ് എൽബോ പോലുള്ള അസുഖങ്ങൾക്ക്, തോൾ വേദനക്ക്. അതാണ് വേറൊരു സർവീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ശരിക്കും ഇതൊരു കൂട്ടായ പ്രവർത്തനമാണ്, കുറെ ഡിപ്പാർട്ട്മെന്റ് ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ്, പെയിൻ മാനേജ്മെന്റ് ഉൾപ്പെടെ. അതെ, കുറെ ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളതല്ല, ബേസിക്കലി ഈ ഡിപ്പാർട്ട്മെന്റ് ഉള്ളിലുള്ള കുറെ യൂണിറ്റുകളാണ്.
ഇപ്പോൾ ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത് ഇതിന്റെ ഉള്ളിലുള്ള ഒരു യൂണിറ്റ് ആണ്, ഒക്യുപേഷൻ തെറാപ്പി ഇതിന്റെ ഉള്ളിലുള്ള ഒരു യൂണിറ്റ് ആണ്, സ്പീച്ച് ആൻഡ് സ്വാലോ. അപ്പൊ എല്ലാരെയും കോർഡിനേറ്റ് ചെയ്യാന്നുള്ളതാണ് എന്റെ ഉത്തരവാദിത്വം. അപ്പൊ എല്ലാവരും കൂടെ കോർഡിനേറ്റ് ചെയ്ത് ഇവിടെ നന്നായിട്ട് ഔട്ട്കം ഉണ്ടാക്കുക. പലപ്പോഴും ഇതൊരു സ്കാറ്റേർഡ് ആയിട്ട് കിടക്കായിരിക്കും, ഇവരെ കോർഡിനേറ്റ് ചെയ്യാൻ ഒരു സ്പെഷ്യാലിറ്റി ഇല്ല. അപ്പൊ അത് കോർഡിനേറ്റ് ചെയ്യാന്നുള്ളതാണ് മെയിൻ ആയിട്ട് റീഹാബിലിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ വന്നേ ഈ പേഷ്യൻസിനൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഈ നിൽക്കുന്ന ഞാനായാൽ പോലും അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളായാൽ പോലും ശരിക്കും ഒന്നുമല്ല എന്ന്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ വീഴാം, പക്ഷേ എങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള ടെക്നോളജികൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, അങ്ങനെയുള്ള ഒരു പേഷ്യൻസിനെയൊക്കെ കാണുമ്പോൾ നമ്മൾ അവരുടെ നേരെ ഒന്ന് കണ്ണടയ്ക്കാതെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്യുക, അവർക്ക് ഒന്നുമില്ലെങ്കിൽ അവരോടൊന്ന് പോയി സംസാരിക്കുക, അവരെ നമ്മൾ ഒറ്റപ്പെടുത്താതിരിക്കുക എന്നുള്ള ഒരു വലിയ കാര്യം കൂടെ ഇതിൻ്റെ അകത്തുണ്ട്. എനിക്ക് തോന്നിയിട്ട് ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ സിസ്റ്റം ഉള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലുണ്ട്. അതിപ്പം എന്ത് പറഞ്ഞാലും നമ്മുടെ കേരളത്തിലെ എല്ലാ നൂതന ചികിത്സകളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ലഭ്യമാണ്. അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. പുതിയ പുതിയ ചികിത്സാ രീതികളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജികളും എല്ലാം നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ്. അപ്പം നമ്മുടെ ഇപ്പം അറിയാവുന്ന ആളുകൾക്കും അല്ലെങ്കിൽ നമുക്കാണെങ്കിൽ പോലും ഇത് നമ്മുടെ എല്ലാ നാട്ടിലും എല്ലാ ഹോസ്പിറ്റലുകളും ഇങ്ങനത്തെയുള്ള ചികിത്സാ രീതികൾ വരട്ടെ. എല്ലാവർക്കും ചൂസ് ചെയ്യുമ്പോൾ വൈസ്ലി ചൂസ് ചെയ്യുക. ചൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം, ഏറ്റവും ബെസ്റ്റ് ട്രെയിൻഡ് ആയിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സും സ്റ്റാഫും ഒക്കെ ഉള്ള ഹോസ്പിറ്റലുകൾ ചൂസ് ചെയ്യുക. നമ്മുടെ ആരോഗ്യം നമ്മുടെ കയ്യിൽ തന്നെ. അതെ അതെ, ഉറപ്പായിട്ടും നമ്മുടെ ആരോഗ്യം നമ്മുടെ കയ്യിൽ തന്നെയാണ്. നമ്മൾക്ക് മറ്റുള്ളവർക്ക് വേണേൽ പറഞ്ഞും കൊടുക്കാം, ഇന്ന ഒരു ഹോസ്പിറ്റലിൽ ഇന്ന ഒരു സംഭവം അവിടെ ഉണ്ട്, അവിടെ നിന്ന് പോയി നമുക്ക് റിക്കവറി ആയി കൊണ്ടുവരാൻ മേലെ എന്നുള്ളത് പറഞ്ഞു കൊടുക്കാം അല്ലേ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കൊണ്ട് ഞങ്ങൾ ഇതാണ് ഉദ്ദേശിച്ചത്. നിങ്ങൾ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം. നമസ്കാരം.